പ്രണയവും പ്രതികാരവും നിറഞ്ഞ സ്പ്രിംഗ് സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ റിലീസ് ആയിരിക്കുകയാണ്. ബാദുഷ പ്രൊഡക്ഷൻസിന്റെ ലൈം ടീ പ്രൊഡക്ഷൻസും ചേർന്ന് NM ബാദുഷയും ശ്രീലാൽ MN എന്നിവർ ചേർന്ന് നിർമ്മിച്ച് ആദിൽ ഇബ്രാഹിം, ആരാധ്യ ആൻ യാമി, സോന എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി നവാഗതനായ ശ്രീലാൽ നാരായണൻ രചനയും സംവിധാനവും ചെയ്ത് ഇറങ്ങുന്ന പുതിയ ചിത്രമാണ് സ്പ്രിംഗ്. ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു യൂത്ത് ഓറിയന്റഡ് സിനിമയായിട്ട് എനിക്ക് ഇതിനെ കാണാൻ കഴിയുന്നു. ചിത്രത്തിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ആണ് ഇപ്പോൾ റിലീസ് ആയിരിക്കുന്നത്. ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെല്ലാം ഉള്ളത് ആരൊക്കെ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പോസ്റ്ററാണ് വന്നിരിക്കുന്നത്. സുനിൽ ജി പ്രകാശനാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. പ്രണയവും ഒപ്പം പ്രതികാരവും നിറഞ്ഞ സ്പ്രിംഗ് ഒരു റൊമാൻറ്റിക് ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. ചിത്രത്തിൽ പൂജിത മേനോൻ, ബിറ്റോ ഡേവിസ്, ബാലാജി, ചെമ്പിൽ അശോകൻ, വിനീത് തട്ടിൽ എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ. സിനോജ് അയ്യപ്പനാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ഏത് സൈഡ് നോക്കിയാലും അത്യാവശ്യം ഇതിനെക്കുറിച്ച് ധാരണയുള്ളവരാണ് ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നിപ്പോവും. മ്യൂസിക് അലോഷ്യ പീറ്റർ, എഡിറ്റർ ജോവിൻ ജോൺ, ആർട്ട് ജയൻ ക്രയോൺസ്, പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലൈം ടീ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്തിരിക്കുന്നത് സക്കീർ ഹുസൈൻ ആണ്. മേക്കപ്പ് അനീഷ് വൈപ്പിനാണ്. കോസ്റ്റ്യൂംസ് ദീപ്തി അനുരാഗ് ആണ്. കൊറിയോഗ്രഫി ശ്രീജിത്താണ്. കളറിസ്റ്റ് രമേശ് CP ആണ്. സൗണ്ട് ഡിസൈൻ ഷെഫിൻ മായനാണ്. ആക്ഷൻ അഷറഫ് ഗുരുക്കൾ, ചീഫ് അസോസിയേറ്റ് വിജീഷ് പിള്ള, പിന്നെ വിനയ് ചെന്നിത്തലയും, അസോസിയേറ്റ് അരുൺ ജിദ്ദു, മാർക്കറ്റിംഗ് BC ക്രിയേഷൻ, PRO P ശിവപ്രസാദ്, സ്റ്റിൽസ് സേതു അത്തിപ്പള്ളി എന്നിവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ. എന്തായാലും സിനിമ നമുക്ക് മുമ്പിൽ പറഞ്ഞു വെക്കുന്നത് ഒരു എന്താ പറയാ, കൃത്യമായ രീതിയിലുള്ള ഒരു റൊമാൻറ്റിക് ത്രില്ലർ, ഒരു പ്രതികാര കഥ എന്ന 3 വിഭാഗങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ആഗസ്റ്റ് മാസം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് നിർമ്മാതാക്കൾ അറിയിച്ചത്. അപ്പോ ആഗസ്റ്റിന്റെ ആ ഒരു കാലഘട്ടത്തിൽ ഇനി മഴയൊക്കെ കുറഞ്ഞ് നമുക്ക് തിയേറ്ററിൽ വീണ്ടും പോകാൻ പറ്റുന്ന ഒരു സമയത്ത് തന്നെ കൃത്യമായ ഒരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് ആസ്വദിക്കാനായിട്ട് മുമ്പിൽ വരികയാണ്. നമുക്ക് കണ്ടു നോക്കാം. പുതുമുഖങ്ങളാണ് അവരുടെ അധ്വാനം എങ്ങനെയാണ്, അവരുടെ ക്രിയേറ്റിവിറ്റി എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം. കണ്ടതിന് ശേഷം നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങളും പറയാം. അപ്പൊ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.